സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സാഹചര്യം. ഇന്നലെ വൈകിട്ട് 6 മുതൽ രാത്രി 12:30 വരെ 15 മിനിറ്റ് വൈദ്യുതി നിയന്ത്രണം നടപ്പാക്കി. സംസ്ഥാനം വാങ്ങുന്ന വൈദ്യുതിയിൽ കുറവ് വന്നു. വൈദ്യുതി ഉപയോഗം കൂടിയ മേഖലകളിലാണ് ഓഫ് ചെയ്തത്. അമൽ തന്നെ ഇതിൻ്റെയും വിശദാംശങ്ങൾ നൽകും. അമൽ, വൈദ്യുതി ഉപയോഗം വളരെ കൂടുതലാണ് ഈ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ ഫാനും AC ഒന്നും ഇടാതെ പലർക്കുമല്ല എല്ലാവർക്കും പറ്റില്ല എന്നതാണ് അവസ്ഥ. ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്ന് പറയുമ്പോൾ ഇനി അത് പ്രഖ്യാപിതത്തിലേക്ക് നീങ്ങുകയും അങ്ങനെ വൈദ്യുതി നിയന്ത്രണം വന്ന് നമ്മളൊക്കെ പൊറുതിമുട്ടി പോവില്ലേ? രാവിലെ ഈ പൊരിഞ്ഞ വെയിലും കഴിഞ്ഞ സ്വസ്ഥമായൊന്ന് വീട്ടിൽ പോയി ഇരിക്കാമെന്ന് കരുതി വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന അവസ്ഥയാണ് പലയിടങ്ങളിലും ഉണ്ടായത്. ഇന്നലെ 6 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് 15 മിനിറ്റ് എൻ്റെയൊക്കെ വീട്ടിൽ കറണ്ട് പോയിരുന്നു. അങ്ങനെ 15 മിനിറ്റ് കറണ്ട് പോയി. അപ്പോൾ സ്വാഭാവികമായും മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ചില ലൈനുകളിൽ പോയിട്ടില്ല, എന്നാൽ ചില പ്രദേശങ്ങളിൽ കൃത്യമായി തന്നെ പോയിട്ടുണ്ട്. ഉപയോഗം കൂടിയ സ്ഥലങ്ങളിലാണ് ഓഫ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ KSEBിയിലേക്ക് ഒന്ന് വിളിക്കാമെന്ന് വെച്ചാൽ അവരുടെ ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. ആ ടോൾ ഫ്രീ നമ്പർ ഇന്നലെ ഒന്നുകിൽ എൻഗേജ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ആ നമ്പർ പ്രവർത്തനരഹിതമായിരുന്നു. ഇന്നലെ രാത്രി തുടർച്ചയായി വിളിക്കുമ്പോഴും ആ നമ്പറിൽ വിളിക്കുമ്പോൾ ബന്ധപ്പെടുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് എന്ത് കാണിച്ച് കറണ്ട് പോയതാണ് എന്നറിയണമല്ലോ. അപ്പോൾ അതിനായി വിളിച്ചതാണ്. പക്ഷേ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ആ ശ്രമം അവസാനിപ്പിച്ചു. അപ്പോഴേക്കും കറണ്ട് വരികയും ചെയ്തു. അങ്ങനെ തുടർച്ചയായി പലയിടങ്ങളിലും കറണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഉയരുന്ന പരാതി. 15 മിനിറ്റ് മാത്രമാണ് നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് KSEB വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ 16-ാം തീയതിയിൽ ഈ പവർ ബാങ്കിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കറണ്ടുണ്ട്. അതിൽ 200 മെഗാവാട്ടിൻ്റെ കുറവുണ്ടായി. അതിനുശേഷം 20-ാം തീയതി വീണ്ടും അതേ കുറവ് തന്നെ ഉണ്ടാകുന്നു. ഇന്നും നാളെ കൂടി ആകുമ്പോൾ വീണ്ടും അതേ കുറവുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. നമുക്കൊരു സ്വാപ്പിംഗ് കരാറുണ്ട്. അതായത് നമ്മൾ പുറത്തുനിന്നും വാങ്ങുന്ന വൈദ്യുതി ഈ മഴക്കാലമാകുമ്പോൾ തിരിച്ച് നൽകുന്ന ഒരു കരാറാണുള്ളത്. ആ കരാറ് നിൽക്കുന്നു. അതിനനുസരിച്ച് വീണ്ടും വൈദ്യുതി വാങ്ങണമെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ കനിയേണ്ടി വരും. അങ്ങനെ കമ്മീഷൻ കനിഞ്ഞാൽ മാത്രം നമുക്ക് ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകും. ഇല്ല എങ്കിൽ ഈ തിങ്കളാഴ്ച മുതൽ മഴ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്നത് ആ മഴയിലാണ്. ഈ ചൂടിനും അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി നിയന്ത്രണത്തിനും എല്ലാം ഒരു പരിഹാരം വേണമെങ്കിൽ ശക്തമായ മഴയുണ്ടാകണം. തിങ്കൾ മുതൽ കുറച്ചധികം ദിവസം അങ്ങോട്ട് കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും, വേനൽ മഴ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രവചനം ഉണ്ടായിരിക്കുന്നത്. ആ പ്രവചനം സാധ്യമായാൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പോകും. ഇല്ല എങ്കിൽ കമ്മീഷൻ കനിഞ്ഞ് ഈ സ്വാപ്പിംഗ് കരാറിൽ നിന്നും കരാറ് പ്രകാരം കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. ഈ ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത ഭരണം എന്നൊക്കെ തുടക്കം മുതൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഈ അവകാശവാദത്തിന് വേണ്ടി മനഃപൂർവ്വം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആക്കുകയാണ്. പ്രഖ്യാപിച്ചാൽ ലോഡ് ഷെഡിംഗ് ഞങ്ങളുടെ ഭരണകാലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവന്നില്ലേ എന്ന് പൊതുജനങ്ങൾ ചോദിച്ചാലോ എന്ന ഭയമായിരിക്കും അല്ലേ അമൽ? ലോഡ് ഷെഡിംഗ് എന്ന് സാങ്കേതികമായി പറഞ്ഞാൽ ലോഡ് ഷെഡിംഗ് ആണ് എന്ന് പറയാൻ കഴിയില്ല. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഓഫ് ചെയ്തു എന്നുള്ളതാണ് വിശദീകരണം. അതിന് വേറെ ഏതാണ് പേരിട്ട് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ പലയിടങ്ങളിലും കറണ്ട് പോകുന്നുണ്ട്. ഈ കറണ്ട് പോകുന്ന പ്രതിഭാസത്തെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ലോഡ് ഷെഡിംഗ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായും അത്തരത്തിൽ ലോഡ് ഷെഡിംഗ് എന്നുള്ള കാര്യം സർക്കാർ ഇപ്പോൾ പറയുന്നില്ല, KSEBിയും പറയുന്നില്ല. കൂടുതൽ ഉപയോഗമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ വൈദ്യുതി ഓഫ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് KSEB വ്യക്തമാക്കുന്നത്. ഇത് ഇനിയിപ്പോൾ വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി മഴയുണ്ടായില്ല എങ്കിൽ, അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ കനിഞ്ഞ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വന്നില്ല എങ്കിൽ കുറച്ച് ദിവസം കൂടി തുടരേണ്ടി വരും എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ പൂർണ്ണമായും എല്ലായിടങ്ങളിലും കറണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കറണ്ട് പോകുന്നില്ല. അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളതാണ് KSEB വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ നില തുടർന്നാൽ, ശക്തമായ ചൂടും തുടർന്ന് വൈദ്യുതി ഉൽപ്പാദനം ഇതേ നിലയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന വൈദ്യുതി നിയന്ത്രണം വ്യാപിപ്പിക്കേണ്ടി വരും. അല്ല എങ്കിൽ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.